അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ആഴ്ചയിലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. പശ്ചിമേഷ്യയിൽ അമേരിക്ക ശരിക്കും പതറുകയാണ്. ഇറാനെതിരെ ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ 38 ദിവസങ്ങൾ പിന്നിടുമ്പോൾ മുൻപൊരിക്കലും നേരിടാത്ത പ്രതിസന്ധിയിലാണ് അമേരിക്കൻ സൈന്യം. ഒരു പെട്ടെന്നുള്ള വിജയം സ്വപ്നം കണ്ട് ട്രംപിന് മുന്നിൽ ഇറാൻ ഒരുക്കിയ എസ്കലേഷൻ ട്രാപ്പ് അഥവാ യുദ്ധക്കുരുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ എസ്കലേഷൻ ട്രാപ്പ്? ശത്രുവിന് പിന്മാറാൻ കഴിയാത്ത വിധം യുദ്ധക്കളത്തെ മാറ്റിയെടുക്കുന്ന തന്ത്രമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനെയെയും ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയെയും വധിച്ചാൽ ഇറാൻ തകരുമെന്നായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ അവിടെയാണ് ട്രംപിന് തെറ്റിയത്. ഇറാൻ പ്രയോഗിച്ചത് 3 തന്ത്രങ്ങളാണ്. നമ്പർ 1, മൊസൈക് ഡോക്ട്രിൻ. പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടാലും ഭരണം തകരാത്ത വിധം വികേന്ദ്രീകൃതമായ ഒരു സൈനിക ഘടനയാണ് ഇറാന്റേത്. ഒഴിഞ്ഞുപോയ സ്ഥാനങ്ങളിൽ ഉടൻ തന്നെ പുതിയ ആളുകൾ വന്ന് ഭരണം സാധാരണ പോലെ തുടർന്നു. നമ്പർ 2, ഡ്രോൺ യുദ്ധം. വില കുറഞ്ഞ ഷാഹിദ് കാമിക്കാസെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കയെ ശരിക്കും തളർത്തിയത്. വെറും $50,000 മാത്രം വിലയുള്ള ഒരു ഡ്രോണിന് തകർക്കാൻ അമേരിക്കക്ക് ചിലവാകുന്നത് 40 ലക്ഷം മുതൽ $1.2 കോടി വരെയാണ്. ഈ സാമ്പത്തിക നഷ്ടം അമേരിക്കക്ക് താങ്ങാവുന്നതിലും അധികമാണ്. മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ തന്ത്രമാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിലെ 1/5 എണ്ണയും കടന്നുപോകുന്ന ഈ പാത ഇറാൻ തടസ്സപ്പെടുത്തിയതോടെ അമേരിക്കയിൽ ഇന്ധനവില കുതിച്ചുയർന്നു. യൂറോപ്പിലും ഏഷ്യയിലും 15 മുതൽ 35% വരെയാണ് വില വർദ്ധിച്ചത്. ഇത് അമേരിക്കയുടെ സഖ്യകക്ഷികളെ പോലും ട്രംപിനെതിരെ തിരിക്കാൻ കാരണമായി. ഇന്ന് അമേരിക്ക ഓരോ ദിവസവും യുദ്ധത്തിനായി ചിലവഴിക്കുന്നത് $90 കോടി. സൈനികമായി ഇറാനെ തകർക്കാൻ സാധിക്കുമെങ്കിലും സാമ്പത്തികമായും നയതന്ത്രപരമായും ട്രംപ് ഇപ്പോൾ പ്രതിരോധത്തിലാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും താഴ്ന്നുകൊണ്ടിരിക്കുന്ന ജനപ്രീതിയും ട്രംപിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. ഇറാൻ ഈ യുദ്ധം ജയിക്കുന്നത് വലിയ തോക്കുകൾ കൊണ്ടല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെ അമേരിക്കയെ ഒരു കെണിയിൽ വീഴ്ത്തിയതുകൊണ്ടാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ യുദ്ധം എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഇറാന്റെ നിയന്ത്രണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കമന്റുകളിലൂടെ രേഖപ്പെടുത്തും. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.